മിനി ബസ്സായ സുൽത്താന്റെ സ്റ്റിയറിംഗിന് ഭയങ്കര ടൈറ്റ്. അതിന്റെ മുതലാളി ഷിയാബ് ചെറിയ സ്റ്റിയറിംഗ് ഒഴിവാക്കിയിട്ട് വലിയ ബസ്സിന്റെ സ്റ്റിയറിംഗ് കൊണ്ടുപോയി വെച്ചു. ഞങ്ങളൊക്കെ പറഞ്ഞു, പൊട്ടൻ ആരെങ്കിലും ചെയ്യോ, കുട്ടി ബസ്സിന് പോയിക്കാണ്ട് വലിയ ബസ്സിന്റെ സ്റ്റിയറിംഗ് വെക്കുകയാണ്. പിന്നെ നടന്നത് ചരിത്രം. ഞങ്ങളടക്കം സ്റ്റിയറിംഗ് മാറ്റി വെക്കേണ്ടി വന്നു. വിശദമായിട്ട് പറയാം, ആ മൊബൈൽ ഒന്ന് തിരിച്ചു വെച്ചോളി. ഇത് സുൽത്താൻ ബസ്സിന് മാത്രമല്ല കേട്ടോ, അന്നത്തെ 406 വീലിന്റെ എല്ലാ ബസ്സിനും പവർ സ്റ്റിയറിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ടൈറ്റാ. അങ്ങനെ പരീക്ഷണാടിസ്ഥാനത്തില് സുൽത്താന്റെ മുതലാളി ഷിഹാബ് അങ്ങനെ ചെറിയ സ്റ്റിയറിംഗ് ഒഴിവാക്കി ടാറ്റയുടെ 1110ന്റെ സ്റ്റിയറിംഗ് കൊണ്ടുപോയിട്ട് കുട്ടി ബസ്സിനെ ഫിക്സ് ചെയ്തു. നേരത്തെ പറഞ്ഞവരെ ഞങ്ങളൊക്കെ കളിയാക്കി. പിന്നെ അതിന്റെ ഡ്രൈവർ പറഞ്ഞു, കളിയാക്കണ്ട, ഇതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടെന്നുള്ളത്. പിന്നെ പറഞ്ഞു കേട്ടു പല വണ്ടികൾക്കും അത് മാറ്റി എന്നുള്ളത്. അന്ന് ഞാൻ ഓടിച്ചിരുന്നത് ടാറ്റയുടെ 750 ആയിരുന്നു. മലപ്പുറത്തുനിന്ന് ചട്ടിപ്പറമ്പക്ക് വരുമ്പോൾ കൊണ്ടന്റെ വളവ് വേറൊരു വളവുണ്ട്, അവിടുന്നൊക്കെ ഞാൻ 2 കൈ കൊണ്ടായിരുന്നു ബസ് തിരിച്ചിരുന്നത്. ഈ 1110ന്റെ സ്റ്റിയറിംഗിന് ഭയങ്കര ഡിമാൻഡായി. മലപ്പുറത്തെ അതേപോലെ മഞ്ചേരിയിലൊന്നും പൊളിമാർക്കറ്റിൽ കിട്ടാതായി. ഞാൻ പോയി വാങ്ങിയത് കോഴിക്കോട്ടുനിന്നാ. വാങ്ങിക്കൊണ്ടുവന്നു ഫിക്സ് ചെയ്തു. ആദ്യമായിട്ട് ഓടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് സംഭവം സൂപ്പറാണെന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ കൊണ്ടന്റെ വളവൊക്കെ ഉണ്ടല്ലോ, അത് ഒറ്റ കൈ കൊണ്ടായിരുന്നു തിരിച്ചിരുന്നത്. എന്ത് മറിമായാണ് അവിടെ നടന്നതെന്ന് അറിയില്ല. ആ ചെറിയ സ്റ്റിയറിംഗ് കണ്ട് ഒഴിവാക്കി വലിയ ബസ്സിന്റെ സ്റ്റിയറിംഗ് കണ്ട് വെച്ചു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈസി ആയിട്ട് ഒറ്റ കൈ കൊണ്ടൊക്കെ നമുക്ക് തിരിക്കാന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയില്ല, പക്ഷെ അത് നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയും തള്ളാണ്. 10-20 വർഷം മുമ്പ് പടപ്പുറം മലപ്പുറം ഓടിയുന്ന ഡ്രൈവർമാർക്കൊക്കെ അറിയത്. ഇന്ന് അവരൊക്കെ ഇപ്പൊ പല GCC കൺട്രിയിലും ഉണ്ട്, നാട്ടിലും ഉണ്ട്. തള്ളിയതല്ല കേട്ടോ. സുൽത്താന്റെ ഷിയാബ് അന്ന് ഒരു പരീക്ഷണം നടത്തി, വിജയിച്ചു. അത് ഞങ്ങൾക്കും ഉപകാരപ്പെട്ടു. അസൈനാർക്ക, നിങ്ങൾ കളിയാക്കി പറഞ്ഞില്ലേ ലൈക്ക് കിട്ടാൻ എന്തോരം കഷ്ടപ്പെടണമെന്ന്. സോഷ്യൽ മീഡിയയിലേ 2 എമ്മും ഒരു പീണ്ട് അടിച്ചു കഴിഞ്ഞാലേ ഒരു കഷ്ടപ്പാടില്ല, ഇഷ്ടംപോലെ ലൈക്ക് കിട്ടും. പക്ഷെ നമുക്കത് ചേർന്നതല്ലല്ലോ. നമ്മൾ ജീവിതത്തിനിടയിലേ നമുക്ക് ഒരുപാട് നുറുങ്ങുകൾ കിട്ടും. അത് നമുക്ക് ഉപകാരപ്പെടും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും കിട്ടേണ്ടത്, അത് നമുക്ക് ഉപകാരപ്പെടും. അത് മറ്റുള്ളവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്കും ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ്. അല്ലാതെ ഞാൻ ഇതുവരെ എൻ്റെ ഒരു വീഡിയോക്കും ലൈക്ക് അടിക്കണമെന്നോ അല്ലെ കമന്റ്സ് ചെയ്യണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനത് പറയാറില്ല. നിങ്ങളിപ്പോൾ ഈ കളിയാക്കിയ കമന്റ്സ് എന്തിനാ എഴുതിക്കേണ്ടത്? ഞാൻ ഈ ചൂടുകാലത്ത് കുളിക്കാൻ പറ്റുന്ന ഒരു ഷവറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ട് ചെയ്ത വീഡിയോ ആണത്. പക്ഷെ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ?